നമസ്കാരം. ഇന്ത്യൻ സൈന്യത്തിന്റെ മുഴുവൻ ശക്തിയും ഓപ്പറേഷൻ സിന്ദൂറിൽ കാണിച്ചിരുന്നില്ല. അങ്ങനെ കാണിച്ചിരുന്നുവെങ്കിൽ അത് പാകിസ്ഥാന് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുമായിരുന്നു. ഒരു കാരണവുമില്ലാതെയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ എത്തിയത്. അതോടെയാണ് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള പ്രതികാരം കൂടിയായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കൂടുതൽ ശക്തമായി പ്രതികരിക്കാനായിരുന്നില്ല എന്ന കാര്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സീമന്ത രേഖകളിൽ നിന്നും സിന്ദൂരം മായ്ച്ചതിന്റെ പ്രതികാര കഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മോദിയുടെ 2 പെൺമക്കളാണ്, സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും. അവിടെ ആ മനുഷ്യൻ ചരിത്രം എഴുതുകയായിരുന്നു. നല്ല അച്ഛന്റെ പെൺമക്കൾ എങ്ങനെയായിരിക്കുകയാണെന്ന് ശാക്തീകരിക്കപ്പെടുന്നതെന്നും ലോകത്തോട് മാത്രമല്ല ആഭ്യന്തര വായാടികളായ സകല ഫെമിനിസ്റ്റ് ദുരന്തങ്ങളോടും മറുപടി കൂടിയായിരുന്നു അത്. പൂവ് ചോദിച്ചവർക്കെല്ലാം പൂക്കാലമാണ് കിട്ടിയത്. ആക്രമണത്തിന്റെ തെളിവുകൾ ആവശ്യത്തിലധികം വെളിയിൽ വന്നു. മതഭീകരവാദം അടച്ചുവെച്ച് വിരിയിച്ച മാർക്സിസ്റ്റുകളുടെയും മദ്രസകളുടെയും തവിടുപൊടിയാക്കുന്നതായിരുന്നു ഈ വേട്ട. സോഫിയ ഖുറേഷിയും അതിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു. മൃഗങ്ങളെ പിന്തുടർന്ന് കൊല്ലുന്നതിന് വേട്ടയോളം മികച്ച മറ്റൊരു വാക്കേതാണുള്ളത്. രാജ്യം അതിന്റെ പ്രതികാരം ചെയ്തിരിക്കുന്നുവെന്നും ദുശാസന മേധങ്ങളിൽ അഴിഞ്ഞുലഞ്ഞ മുടികളൊന്നും ഇനി ചോര പുരട്ടിക്കെട്ടാൻ തടസ്സമില്ല, അത്രത്തോളം അത് ഒഴുകി പരന്നിരിക്കുന്നുവെന്നാണ്. അതായത് രാജ്യം അതിന്റെ ബലിഷ്ഠകരങ്ങളാൽ ഭീകരതയോട് മാറു പിളർന്നിരിക്കുന്നുവെന്നും സിംഹപൗരുഷത്താൽ ലോക നേതാവാകുന്ന ആളാണ് മോദി. ശ്രദ്ധ കൊണ്ടും ഗുരുകാരണവരാകുന്നതും അനുകമ്പാദ്രമായ സഹോദരന് പിതാവാകുന്നതും സ്ഥിരചിത്തതയാൽ സൗമ്യശാന്തനായിരിക്കുമ്പോൾ പ്രതികാരങ്ങളൊന്നും മറന്നുപോകാതെ എണ്ണി എണ്ണി കണക്ക് ചോദിക്കുന്ന ജനകോടികളുടെ ഹൃദയം നിങ്ങൾ കീഴ്പ്പെടുത്തുന്ന ഒരു മോദി. അതാണ് ഇന്ത്യ ഭരിച്ചത്. സൈന്യം അതുകൊണ്ട് തന്നെയാണ് നിയന്ത്രിതവും സൂക്ഷ്മവുമായ രീതിയിൽ പ്രതികരിച്ചത്. ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവും അച്ചടക്കവുമാണ് ഇതുവഴി പ്രകടമായത്. എന്തായാലും ഭീകരവാദ ഭീഷണികളെ സ്ഥിതിഗതികൾ വഷളാകാത്ത വിധം നേരിടാൻ സേനയ്ക്ക് കഴിഞ്ഞു. അതൊരു നേട്ടം തന്നെയാണ്. ധൈര്യവും ആത്മനിയന്ത്രണവും ഒരുപോലെ പ്രകടിപ്പിക്കുന്ന വിധം അനിവാര്യമായ കാര്യങ്ങൾ മാത്രമാണ് സൈന്യം ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിൽ സായുധ സേനകൾ, സിവിൽ ഭരണകൂടം, അതിർത്തി പ്രദേശങ്ങളിലെ പൗരന്മാർ എന്നിവർക്കിടയിലെ ഏകോപനം അവിശ്വസനീയമായിരുന്നു എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നു. സായുധ സേനയ്ക്ക് പിന്തുണ നൽകിയ ലഡാക്കിലെയും അതിർത്തി പ്രദേശങ്ങളിലും എല്ലാ പൗരന്മാർക്കും നന്ദി അറിയുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ പൂർത്തിയാക്കിയ രാജ്യത്തുടനീളമുള്ള 125 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച ലഡാക്കിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ പാക് ഭീകരതർക്കെതിരെ ഇതിലും കൂടുതൽ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ധൈര്യവും നിയന്ത്രണവും ഒരുപോലെ കൈക്കൊണ്ട് ഗതാഗത സൗകര്യങ്ങളുടെ ലഭ്യതയും ഇത്ര വലിയ സൈനിക നീക്കം സാധ്യമായത്. അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള യാത്ര സുഗമമായതിനാൽ തന്നെ സേനയ്ക്ക് ആവശ്യമായ സൈനിക ഉപകരണങ്ങൾ സമയത്തെത്തിക്കാൻ സാധിച്ചതും ചരിത്ര വിജയമായാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 22 പകൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യൻ സായുധ സേന മെയ് 7 നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പകൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി പാകിസ്ഥാനിലെ കനത്ത നാശം വിതച്ചു. പാക് ഭീകര താവളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയുടെ ആക്രമണങ്ങൾ. ഓപ്പറേഷനിൽ ഒട്ടേറെ ഭീകരർ കൊല്ലപ്പെട്ടു. എന്തായാലും പാകിസ്ഥാനെ അടപടലം തകർത്തതായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പോഴും അതിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ നിന്നും പാകിസ്ഥാൻ മോചിതരായിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച